ഒരു കാര്യം വ്യക്തമായി. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFിന്റെ പ്രധാന പ്രചരണായുധം UDFിനെതിരായിട്ടുള്ള പെണ്ണുകേസുകളായിരിക്കും. അല്ലാതെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളോ അല്ലെങ്കിൽ അധികാരം വീണ്ടും കിട്ടിയാൽ അടുത്ത 5 കൊല്ലം കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തികളോ ഒന്നുമായിരിക്കില്ല. പെണ്ണുകേസുകളായിരിക്കും അവരുടെ പ്രധാന ആയുധം. അവര് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പോകുന്നതും ഇത്തരം വിഷയങ്ങളിലായിരിക്കും. ചില ലൈംഗിക അപവാദങ്ങളിൽപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷനിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, അദ്ദേഹം പാലക്കാട്ട് നിന്നുള്ള MLA ആണ്. അദ്ദേഹത്തിനെതിരായിട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ശബ്ദരേഖ, ഒപ്പം ചില വാട്സാപ്പ് ചാറ്റുകൾ, ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാര്യത്തിലേക്കാണ്. 1 മണിക്കൊരു വലിയ വമ്പൻ വാർത്ത വരുന്നു. അത് കേട്ടാൽ ഒരുപക്ഷെ കേരളം അറബിക്കടലിൽ താണുപോയേക്കാം. ഇങ്ങനെയൊക്കെയുള്ള മുൻകൂർ പ്രചരണത്തിന്റെ അവസാനമാണ് കേരളത്തിലെ ഒരു ചാനലില് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ശബ്ദരേഖ പുറത്തു വരുന്നത്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ് ഈ ശബ്ദരേഖയിലുള്ളത്. പുരുഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന വിവക്ഷയിലാണ് ചാനല് ഇത് സംപ്രേഷണം ചെയ്തത്. പക്ഷെ സ്ത്രീ ആരാണ് എന്ന് പറയുന്നില്ല. ആ ശബ്ദം ആരുടേതാണെന്ന് വ്യക്തവുമല്ല. അത് വെളിപ്പെടുത്തുന്നത് ശരിയുമല്ല. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ആളുകൾ കാത്തിരിക്കുകയാണല്ലോ. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ പ്രചരിച്ചിരുന്ന ചാനലുകളില് പ്രചരിച്ചിരുന്ന ഒരു ശബ്ദരേഖ, അതിന്റെ ഏതാണ്ട് തുടർച്ചയാണ് ഇതെന്ന് വളരെ വ്യക്തമാണ്. ആദ്യത്തെ ശബ്ദരേഖയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതായിരുന്നു വിഷയം. രണ്ടാമത്തേതിൽ അല്പം വ്യത്യാസമുണ്ട്. ആദ്യം പറയുന്നത് നമുക്കൊരു കുഞ്ഞു വേണം, നീ ഗർഭം ധരിക്കണം, നീ പ്രഗ്നന്റ് ആവണം എന്നാണ്. അതിനുശേഷം രാഹുൽ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നുവെന്നാണ് ചാനല് വ്യാഖ്യാനിച്ചത്. ഈ ആദ്യം ശബ്ദരേഖ പുറത്തു വന്നതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഒരു കേസെടുത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട്. അത് ഇരയുടെ പരാതിയിന്മേലല്ല. ഇര പരാതി നൽകിയിരുന്നില്ല. ആ ശബ്ദരേഖയിലെയും സ്ത്രീ ശബ്ദം ആരുടേതാണെന്ന് നമുക്ക് അറിയാമായിരുന്നില്ല. അപ്പോഴാണ് ചില മൂന്നാം കക്ഷികൾ നൽകിയ പരാതിയിന്മേല്, മറ്റു ചില പെൺകുട്ടികൾ അവർ നൽകിയ പരാതിയിന്മേല് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയത്. വാസ്തവത്തിൽ പരാതിയില്ല, പരാതിക്കാരിയില്ല, മൂന്നാം കക്ഷികളാണ് പരാതിക്കാര്. അതിന്മേലെ അന്വേഷണം നടന്നു. ഒരു IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണമൊക്കെ നടന്നത്. പക്ഷേ അത് എവിടെ വരെ എത്തിയെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒന്നും സംഭവിച്ചതായിട്ട് നമ്മുടെ മുമ്പിലില്ല. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ശബ്ദരേഖ വന്നിരിക്കുന്നു, വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇത്രയുമാണ് സംഭവിച്ചിരിക്കുന്നത്. പഴയതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ ശബ്ദരേഖയുടെ തുടർച്ചയാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇനി ഈ പെൺകുട്ടി, ഇരയായ പെൺകുട്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകും എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാം. എന്നാൽ ഈ വിഷയത്തിന്റെ രണ്ടാമത് വന്ന ശബ്ദരേഖയുടെ മെറിറ്റിലേക്ക് കടന്ന് അതേപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതായത് ഇത്തരത്തിലുള്ള ലൈംഗിക അപവാദങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളില്, ടെലിവിഷൻ ചർച്ചകളില് പങ്കെടുക്കാറില്ല, അഭിപ്രായം പറയാറില്ല, അതേപ്പറ്റി സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിന്നും വിട്ടു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നമുക്ക് പറയാതെ പറ്റില്ല. അതായത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ CPM കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള പ്രചാരണ തന്ത്രത്തിലെ ജീർണത, അല്ലെങ്കിൽ നല്ല നാടൻ ഭാഷ പറഞ്ഞാൽ അളിഞ്ഞ വശമാണ് നമ്മൾ ഇതിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെണ്ണുകേസും ലൈംഗിക അപവാദങ്ങളും ഒക്കെ പറഞ്ഞ് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചിടുന്നത് അവരുടെ എന്നത്തെയും ഒരു തന്ത്രമാണ്. അതൊരു പുതിയ കാര്യമല്ല. കേരളത്തിന്റെ പഴയ ചരിത്രം മുതൽ നോക്കിയാൽ നമുക്കതിന്റെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയും. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവർക്ക് കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കാനുള്ള ധൈര്യമില്ല. ആ ധൈര്യമില്ലായ്മയ്ക്ക് കാരണം അത്തരത്തിലുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ വലിയ തോതില് കടം പെരുകിയതും കോടാനുകോടികളുടെ ദൂർത്ത് നടന്നതും ഒക്കെ അല്ലാതെ ഇവിടെ വികസന രംഗത്ത് കാര്യമായ നേട്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും അവസാനം അതിദാരിദ്ര്യത്തിലുണ്ടായിരുന്നവരെ ഞങ്ങള് കരകയറ്റി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതൊന്നും കേരളത്തിലെ ജനങ്ങള് വിശ്വസിച്ചിട്ട് പോലുമില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് അവര് വീണ്ടും ആശ്രയിക്കുന്നത് പഴയ തന്ത്രത്തിലാണ്. പെണ്ണുകേസുകൾ കൊണ്ടുവരിക. ഇത് നമ്മുടെ സന്ദേശം എന്ന് പറയുന്ന സിനിമയില് വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട്. അതായത് എതിർ പാർട്ടികള് കൊള്ളാവുന്ന ചെറുപ്പക്കാരെങ്കിലും വളർന്നു വരുന്നുണ്ടെങ്കിൽ അവന്മാരെയൊക്കെ ഒരു പെണ്ണുകേസിൽ പെടുത്തിക്കണമെന്ന് രാഷ്ട്രീയ ആചാര്യൻ ഉപദേശിക്കുന്ന ഒരു രംഗം. അത് എത്രയോ കാലമായിട്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും നടത്തുന്നതാണ്. ഇനിയും അതുതന്നെ ആയിരിക്കും അവരുടെ ശൈലി എന്ന് ഇന്നലെ നമ്മൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പൊന്തി വന്ന പുതിയ
ശബ്ദരേഖയും തെളിയിക്കുന്നു. ഭരണ നേട്ടങ്ങളെ കുറിച്ച് ഒന്നും അവകാശപ്പെടാനില്ല എന്ന് പറഞ്ഞു. അതിനൊപ്പം ഇന്നിപ്പോ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയാണ്. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൽ പാർട്ടിക്ക് വലിയ റോളൊന്നുമില്ല, ആഭ്യന്തര വകുപ്പിന് റോളില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് യാതൊരു പങ്കുമില്ല, അവർക്ക് ഇടപെടാൻ കഴിയുന്നില്ല. അത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പാർട്ടിയുടെ ചില സമുന്നത നേതാക്കൾ ഇതിനകം അറസ്റ്റിലായിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന വാസു, മറ്റൊരു പ്രസിഡന്റ് ആയിരുന്ന CPM-ന്റെ പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖനായ നേതാവ് പത്മകുമാർ, ഇവരൊക്കെ ഇപ്പൊ തടങ്കലിലാണ്, ജയിലിൽ കഴിയുകയാണ്, റിമാൻഡിലാണ്. ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചതിനാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്, അല്ലാതെ മറ്റെന്തെങ്കിലും ചെറിയ കാര്യത്തിനല്ല. സാക്ഷാൽ ശബരിമല ഭഗവാന്റെ ദ്വാരപാലക ശില്പങ്ങളിന്മേലും കട്ടിളപ്പടിമേലുമുള്ള സ്വർണം, അത് പൊതിഞ്ഞിരുന്ന സ്വർണം ഇളക്കിയെടുത്ത് ഉരുക്കി വിറ്റു കാശാക്കിയതിനാണ്. അതിനാണ് ഇവർ അറസ്റ്റിലായിരിക്കുന്നത്. ഇത് ഉരുക്കി വിറ്റതാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അതോ ഈ കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും അതേപോലെ വിദേശത്തേക്ക് കടത്തിയോ എന്ന് പോലും സംശയമുണ്ട്. ഹൈക്കോടതി പോലും ആ സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. അതിനിപ്പോ അറസ്റ്റിലായിരിക്കുക. പത്മകുമാർ ചെറിയ ആളൊന്നുമല്ല. പത്തനംതിട്ട ജില്ലയില് പണ്ട് പിണറായിക്ക് വേണ്ടി നിലകൊണ്ട സംഘത്തിലെ പ്രമാണിയായിരുന്നു, പ്രധാനപ്പെട്ട നേതാവായിരുന്നു. 32 വർഷം ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി CPM പതിവ് രീതിയിൽ ഇറക്കിയ കാപ്സ്യൂളുകളൊന്നും അങ്ങോട്ട് ഏശുന്നില്ല, പ്രയോജനപ്പെടുന്നില്ല. വിശ്വാസികളായ ജനങ്ങളുടെ മനസ്സിൽ അയ്യപ്പന്റെ സ്വർണം കട്ടത് സംബന്ധിച്ച് ദുഃഖവും നിരാശയും വ്യസനവും വളർന്നു വരികയാണ്. ഈ സാഹചര്യത്തിൽ ഇതിൽ നിന്ന് വോട്ടർമാരുടെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ടുപോകുന്നതിനാണ് പഴയ ആയുധം ഇപ്പോൾ മിനുക്കി മൂർച്ച കൂട്ടി രംഗത്തിറക്കിയിരിക്കുന്നത്. പെണ്ണുകേസ്. MV ഗോവിന്ദൻ ന്യായീകരണങ്ങൾ നടത്തുന്നു. കോടതിയിൽ പത്മകുമാർ ശിക്ഷിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ കോടതി പത്മകുമാറിനെ കുറ്റവാളി എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ന്യായീകരിക്കുന്നു. ചാനൽ ചർച്ചകളിൽ CPM-നെ പ്രതികരിക്കുന്ന ആളുകൾ വേറെ ചില കാപ്സ്യൂളുകളാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഞങ്ങളുടെ പോലീസ് അല്ലയോ പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള അവകാശവാദം. ഞങ്ങളുടെ പോലീസൊന്നും അല്ല, ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശത്തിൽ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുന്ന അന്വേഷണ സംഘമാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമാണ്. ഈ ന്യായീകരണങ്ങളൊന്നും വിലപ്പോകാതെ വന്നപ്പോഴാണ് പുതിയ അടവുമായിട്ട് CPM രംഗത്ത് വന്നിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്ക് ഇതിന്റെ പുതിയ പുതിയ വേർഷൻസ് രംഗത്ത് വന്നേക്കാം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഇത് പുതിയൊരു കാര്യമല്ലെന്ന്. പണ്ട് PT ചാക്കോ, കോൺഗ്രസിന്റെ ശക്തനായ ആഭ്യന്തര മന്ത്രി, അദ്ദേഹത്തിനെതിരെ ഇതൊരു ആരോപണം വന്നതാണ്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് പീച്ചിയിലേക്ക് പോകുമ്പോൾ, തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടതാണ്, തൃശ്ശൂരിൽ നിന്ന് പീച്ചിയിലേക്കുള്ള യാത്രാമധ്യേ അവിടെ ഒരു പള്ളിയുടെ പടിക്കൽ വെച്ച് അദ്ദേഹത്തിന്റെ കാർ ഒരു കൈവണ്ടിയുമായി കൂട്ടിയിടിച്ചു. ആളുകൂടി. അപ്പോൾ ആ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പർവ്വതീകരിച്ചുകൊണ്ട് കേരളം മുഴുവൻ PT ചാക്കോയ്ക്കെതിരെ വലിയൊരു വിഷലിപ്തമായ പ്രചാരണം അഴിച്ചുവിട്ടു അന്നത്തെ CPI-ക്കാര്. അന്ന് CPM ഇല്ല, CPI-ക്കാര്. അവസാനം അദ്ദേഹത്തെ അപമാനിച്ച് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു ചാടിച്ചു. അന്ന് CPI-യുടെ ഒരു അംഗമായിരുന്ന EP ഗോപാലൻ PT ചാക്കോയെ കുറിച്ച് നിയമസഭയിൽ നടത്തിയൊരു പ്രസംഗം പലരും ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത് മോട്ടോർ വാഹന നിയമവും ഇന്ത്യൻ പീനൽ കോഡും വ്യഭിചാര നിരോധ നിയമവും ലംഘിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കേണ്ട ഒരു മനുഷ്യനാണ് PT ചാക്കോ എന്ന് നിയമസഭയിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. അതിനുശേഷം വീണ്ടും സംഭവങ്ങൾ ഉണ്ടായി, തങ്കമണി പോലുള്ള സംഭവങ്ങൾ. തങ്കമണി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ മുഴുവൻ CPM-കാര് ആക്ഷേപത്തിന്റെ മുൾമുനയിൽ, അപമാനത്തിന്റെ മുൾമുനയിൽ നിർത്തി. കേരളമെന്നും ആ പ്രചാരണം ഏറ്റു. പക്ഷേ തങ്കമണി ഉൾക്കൊള്ളുന്ന നിയോജകമണ്ഡലത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ റോസമ്മ ചാക്കോ വിജയിയായി. പിന്നീട് ഐസ്ക്രീം പാർലർ കേസ് മറന്നുപോയോ? PK കുഞ്ഞാലിക്കുട്ടിയെ വേട്ടയാടിയ ഐസ്ക്രീം പാർലർ കേസ്, സൂര്യനെല്ലി കേസ്, PJ കുര്യനെതിരായിട്ട് നടത്തിയത്, ഇതൊക്കെ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും അവസാനമായിരുന്നു സോളാർ കേസ്. ആ സോളാർ കേസ് CPM ഏതൊക്കെ തരത്തിൽ ഉപയോഗിച്ചു എന്നുള്ളത് സമീപകാല ചരിത്രമാണ്. എത്ര തെരഞ്ഞെടുപ്പുകളില് അവർ ഈ സോളാർ വെച്ച് കളിച്ചു. എന്റെ ആദ്യകാലത്ത് ആ സോളാർ കേസിലെ കുറ്റാരോപിതയായ സ്ത്രീ പറഞ്ഞത് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് UDF-നെതിരായിട്ട് മൊഴി കൊടുക്കുന്നതിന് 10 കോടി രൂപ CPM ഓഫർ ചെയ്തു എന്നാണ്. പിന്നീട് അവര് CPM-ന്റെ ആളായിട്ട് മാറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇപ്പോൾ വീണ്ടും വീണ്ടും വരുന്ന പുതിയ പുതിയ വേർഷൻസ് കാണുമ്പോൾ നമ്മളെ ഈ സോളാർ കേസ് ഓർമ്മ വരും. അത് വേറൊരു തരത്തിലുള്ള പുതിയ പുതിയ വേർഷൻസാണ് വന്നുകൊണ്ട് വരുന്നത്. അതായത് ഈ കേസിലെ കുറ്റാരോപിതയായ സ്ത്രീ അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുമ്പോൾ ഒരു കത്തെഴുതി. ആ കത്തിന്റെ വിവിധ വെർഷനുകൾ
പിന്നീട് പുറത്തിറങ്ങി. ഒരു വർഷം കഴിഞ്ഞോടെ അതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ നടക്കും, പുതിയ അഡീഷൻസ് വരും. അത് അവര് പത്രപ്രവർത്തകരുടെ മുമ്പിൽ അവതരിപ്പിക്കും. പിന്നീട് അതിനെക്കുറിച്ചാവും ചർച്ച. ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ഒരു കൂട്ടിച്ചേർക്കലാണ് ആ കത്തിൽ നടന്നത്. ഇപ്പോഴത്തെ ഒരു മന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കൊട്ടാരക്കര വെച്ച് നടന്നതായിരുന്നു. അതിന്റെ പേരിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഒരു സാധാരണ മുഖ്യമന്ത്രി ഒന്നും ആയിരുന്നില്ല. ജനങ്ങളെ സ്നേഹിച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തെ പറ്റി ഇവിടെ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഈ കേസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ CPM എത്രത്തോളം ദ്രോഹിച്ചു, ആ കുടുംബത്തെ എത്രത്തോളം കണ്ണുനീര് കുടിപ്പിച്ചു എന്നുള്ളത് ഈ അടുത്ത കാലത്ത് നാം കണ്ടതാണ്. ഏറ്റവും അവസാനം എന്താ സംഭവിച്ചത്? ആ കേസിൽ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്താൻ പാകത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് അഴിമതി കേസും ബലാത്സംഗ കേസും എടുക്കുമെന്ന്. കേസ് ചാർജ് ചെയ്ത് അദ്ദേഹത്തെ അറസ്റ്റിലാക്കാനാണ് അവർ ശ്രമിച്ചത്. ഒരു DGPയുടെ നേതൃത്വത്തിൽ, പിന്നീട് 2 ADGPമാരുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ അന്വേഷണ കോലാഹലം നടത്തി. എന്നിട്ട് ഒന്നും കണ്ടെത്തിയില്ല. അവസാനം ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയോട് അഭിപ്രായം ചോദിച്ചു, ഉപദേശം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ നടപടിയെടുത്താൽ ഒരു കാലത്തും അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും LDF അടങ്ങിയില്ല. അവരെന്താണ് ചെയ്തത്? ഈ കേസിലെ കുറ്റാരോപിതയായ സ്ത്രീയെ വിളിച്ചു വരുത്തി അവരിൽ നിന്നൊരു പരാതി എഴുതി വാങ്ങിയിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ CBI അന്വേഷണം നടത്തിച്ചു. അവസാനം ഉമ്മൻചാണ്ടി ഈ ലോകത്തോട് യാത്ര കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് CBIയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട്. ഇതാണ് ചരിത്രം. CPM കാലാകാലങ്ങളില് പെണ്ണുകേസുകൾ ഉപയോഗിച്ച് എതിരാളികളെ വേട്ടയാടിയതിന്റെ ചരിത്രം അതിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നുവെന്ന് പറയാനാണ് ഇതൊക്കെ ഓർമ്മിപ്പിച്ചത്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ആരോപണം CBI ചവറ്റുകൊട്ടയിൽ എറിഞ്ഞപ്പോഴും ഒരു വരി ഖേദപ്രകടനം നടത്താൻ പോലും CPM നേതൃത്വം തയ്യാറായില്ല. അതാണ് അവരുടെ രീതി. ഇതൊക്കെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ലൈംഗിക ആരോപണങ്ങൾ എന്ന ആയുധം മൂർച്ച കൂട്ടി വീണ്ടും വീണ്ടും ഉപയോഗിക്കാനാണ് അവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു വലിയ സംവിധാനം തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പ്രമുഖരായ ആളുകളുടെ നേതൃത്വത്തിൽ അവര് കാപ്സ്യൂളുകൾ തയ്യാറാക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ തിരുവനന്തപുരത്ത് ആർഭാട ഫ്ളാറ്റുകൾ വാടകയ്ക്ക് എടുത്ത് അവർ താമസിപ്പിച്ചിരിക്കുക. ഈ സംവിധാനത്തിന് CPM നിശ്ചയിച്ചിരിക്കുന്ന ബജറ്റ് ആദ്യ ഗഡു 3.5 കോടി രൂപയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കോൺഗ്രസ്സുകാർ അറിയുന്നുണ്ടോ? ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനം വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഇലക്ഷൻ ഗർഭം അത് രൂപം കൊണ്ടതും പുറത്തേക്ക് വിട്ടതും എന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് വന്ന വഴിയൊന്ന് നോക്കിയാൽ മതി, റൂട്ട് മാപ്പ്, അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതേ രീതിയിൽ തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വന്ന ഐസ്ക്രീം പാർലർ കേസും വലിയൊരു ആരോപണമായി വളർത്തിക്കൊണ്ടുവന്നത് എന്നും ഇപ്പോൾ ഓർക്കേണ്ടതുണ്ട്. അതേസമയം CPMനെതിരെ ലൈംഗിക അതിക്രമ കേസുകൾ വരുമ്പോൾ അവരൊന്നിച്ചു നിൽക്കും. എത്രയെത്ര കേസുകളാണ് നമ്മുടെ തൊട്ടുമുമ്പില് ഉദാഹരണമായിട്ടുള്ളത്. ശശി, VK ശശി, ഗോപി കോട്ടമുറിക്കൽ, MLA ആയ നടൻ മുകേഷ്, ഇവരെ കുറിച്ചുള്ള കഥകളൊക്കെ ഇപ്പോഴും ആളുകൾ പാടി നടക്കുകയാണ്. ഇതൊക്കെ ആരാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്? ഇത് UDFകാരൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, UDFകാർക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഇതൊക്കെ പുറത്തേക്ക് വന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ്. VK ശശിക്കെതിരായിട്ടാണെങ്കിലും ശശിക്കെതിരായിട്ടാണെങ്കിലും ഉള്ള ആരോപണങ്ങൾ പാർട്ടിക്കാർ കൊണ്ടുവന്നതാണ്. ഗോപി കോട്ടമുറിക്കൽ സെക്രട്ടറിയായ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെ കിടക്കയുടെ അടിയിൽ ഒളിക്യാമറ സ്ഥാപിച്ചതാരാണ്? എങ്ങനെയാണ് അതൊക്കെ പുറത്തേക്ക് വന്നത്? കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട് ചില ശബ്ദരേഖകൾ പ്രചരിച്ചിരുന്നു. അതാരാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്? ഇതെല്ലാം CPMകാർ അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നതാ. പക്ഷേ പാർട്ടി ഒന്നിച്ചു നിന്ന് അതിനെയൊക്കെ നേരിട്ടു. അവർക്ക് ചില പ്രത്യേക സൗകര്യങ്ങളുണ്ട് കേട്ടോ. അവർക്ക് ഈ പെണ്ണു കേസുകളില് അല്ലെങ്കിൽ സ്ത്രീപീഡന കേസുകളില് അതിന്റെ തീവ്രത അളക്കാനുള്ള ചില യന്ത്രങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് അവർ ഇതിനെയൊക്കെ അടിച്ചമർത്തി വയ്ക്കുകയാണ് ഉണ്ടായത്. പക്ഷെ അവർ UDFന്റെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ഒരു ശബ്ദരേഖ കിട്ടിയാൽ മതി, അവരത് പരമാവധി പ്രയോജനപ്പെടുത്തും. അതിന് കേരളത്തിലെ ചില മാധ്യമങ്ങളും കൂട്ടുനിൽക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ കോൺഗ്രസ് ജാഗ്രത പാലിക്കുന്നില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും നിങ്ങൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും.